പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ്, ഇപ്പോൾ കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഇന്നത്തെ ബ്ലഡ് ലൈൻ്റെ സ്റ്റോറി ലൈൻ ആരംഭിക്കുന്നത് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലൂടെയാണ്. ബ്ലഡ് ലൈൻ്റെ ആ ഒരു ലോക്കർ റൂമിലേക്ക് അവർ കടന്നു വരുന്ന സമയത്ത് പുതിയ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായ കോഡി റോഡ്സിൻ്റെ ആ ഒരു നെയിം ബോർഡൊക്കെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പോൾ ഹേമൻ പറയുന്നുണ്ട് വിജയത്തിനും തോൽവിക്കും കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലോക്കർ റൂം, ആ ഒരു ചാമ്പ്യൻഷിപ്പ് കൈവശപ്പെടുത്തിയിട്ടുള്ള ആൾക്കാണ് ഇനി സ്വന്തമാക്കാൻ സാധിക്കുക. ആ ഒരു ചാമ്പ്യൻഷിപ്പ് ഇല്ലാതെ നമുക്ക് ഈ ഒരു ലോക്കർ റൂമിലേക്ക് കയറാൻ സാധിക്കില്ല എന്നുള്ളത്. പിന്നീട് റിങ്ങിലേക്ക് വന്ന് ചെറിയൊരു സെഗ്മെൻറ്റ് അവരുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചു. അപ്പോൾ സോളോ സിക്കോവ പറയുന്നുണ്ട് വിജയത്തിനും തോൽവിക്കും കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ തോൽവി ഏറ്റുവാങ്ങിയ ജിമ്മി ഊസോയെ പിന്നീട് സോളോ സിക്കോവ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിലേക്കുള്ള മൊമെൻറ്റ്സിലേക്കാണ് അവിടെ കാര്യങ്ങൾ കടന്നത്. അത് സോളോ സിക്കോവയല്ല ആദ്യം അടിക്കുന്നത്, ഡെബ്യൂ ചെയ്യുന്ന ടാമ ടോങ്ക എന്ന് പറയുന്ന പുതിയ റെസ്ലർ വന്നിട്ടാണ് ജിമ്മി ഊസോയെ ബ്ലഡിൽ നിന്ന് പുറത്താക്കുന്നത്. ടാമ ടോങ്ക വന്ന് ബാക്കിലൂടെ ജിമ്മി ഊസോയെ ആക്രമിക്കുന്നു. പിന്നീട് സോളോ സിക്കോവ അദ്ദേഹത്തിൻ്റെ സമോൺ സ്പൈക്ക് ഉപയോഗിച്ച് ബ്രൂട്ടലായി ജിമ്മിയെ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ ജിമ്മിയെ ബ്ലഡ് ലൈനിൽ നിന്ന് പുറത്താക്കി ഇനി ബ്ലഡ് ലൈൻ്റെ ആ ഒരു കൺട്രോൾ സോളോ ഏറ്റെടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ റോമൻ റെയിൻസിൻ്റെ ആ ഒരു റോൾ ഇതിൽ എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി അവർ പറയുന്നുണ്ട്. അതായത് പോൾ ഹേമൻ റോമൻ റെയിൻസിനെ വിളിക്കാൻ പോകുന്ന സമയത്ത് ആ ഒരു ഫോൺ വാങ്ങി സോളോ സിക്കോവ നശിപ്പിച്ച് കളയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സോളോ സിക്കോവ അദ്ദേഹം ആ ഒരു ബ്ലഡ് ലൈനെ ടേക്ക് ഓവർ ചെയ്യുന്നു. ബ്ലഡ് ലൈൻ്റെ ആ ഒരു ലീഡർ പൊസിഷനിലേക്ക് സോളോ സിക്കോവ എത്തുന്നു. എന്നിട്ട് മുൻപുണ്ടായിരുന്ന ജിമ്മി ഊസോയെ പോലെയുള്ള മെമ്പറിനെ പുറത്താക്കി ടാമ ടോങ്കയെ പോലെയുള്ള പുതിയ മെമ്പേഴ്സിനെ കൊണ്ടുവരുന്നു. പോൾ ഹേമനെ ഒന്നും ചെയ്യുന്നില്ല. പോൾ ഹേമനെ അവരുടെ സ്പെഷ്യൽ കൗൺസിലാക്കിയിട്ട് സോളോ സിക്കോവ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതാണ് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ചത്. അപ്പോൾ ആരാണ് ടാമ ടോങ്ക എന്നുള്ളതാണ് നമുക്ക് അടുത്തതായി നോക്കാനുള്ളത്. ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് എന്ന് പറയുന്ന ജാപ്പനീസ് റെസ്ലിംഗ് പ്രൊമോഷനെ ഫോളോ ചെയ്യുന്നവർക്ക് ടാമ ടോങ്ക എന്ന പേര് സുപരിചിതമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അല്ലാതെ നമ്മുടെ ഈ വീഡിയോസൊക്കെ കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്കും ടാമ ടോങ്കയെ അറിയും എന്ന് വിചാരിക്കുന്നു. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ടാമ ടോങ്ക ബ്ലഡ് ലൈനിലേക്ക് എത്താനുള്ള സാധ്യതകളെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ഞാൻ പങ്കുവച്ചിരുന്നു. കാരണം റോമൻ റീൻസിൻ്റെയും റോക്കിൻ്റെയും ഒക്കെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയുടെ മകനാണ് ടാമ ടോങ്ക. WWE ഹോൾ ഓഫ് ഫെയിം 2024 സെറിമണിയിൽ ഹക്കു എന്ന് പറയുന്ന ടാമ ടോങ്ക അച്ഛൻ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ടാമ ടോങ്ക ഇനി റെസൽമേനിയയിൽ വന്ന് ഒരു ഡെബ്യൂ നടത്തുമോ എന്നുള്ള പലതരത്തിലുള്ള ഇങ്ങനെ റൂമേഴ്സൊക്കെ നിന്നിരുന്നു. പക്ഷേ റെസൽമേനിയയിലൊന്നും ബ്ലഡ് ലൈൻ്റെ സ്റ്റോറി ലൈനിൽ ടാമ ടോങ്കയെ നമുക്ക് കാണാൻ സാധിച്ചില്ല. റെസൽമേനിയ കഴിഞ്ഞു വരുന്ന ആദ്യ സ്മാക്ഡൗൺ ആയ ഇന്നത്തെ എപ്പിസോഡിലാണ് നമുക്ക് ടാമ ടോങ്കയുടെ ഡെബ്യൂ കാണാൻ സാധിച്ചത്. ടാമ ടോങ്ക ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫാക്ഷനുകളിൽ ഒന്നായ ബുള്ളറ്റ് ക്ലബിലെ ഫൗണ്ടിംഗ് മെമ്പേഴ്സിൽ ഒരാളായിരുന്നു ടാമ ടോങ്ക. ഇപ്പോൾ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് വിട്ട് വരുന്നതിന് കുറച്ച് 1.5 വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് അദ്ദേഹം ബുള്ളറ്റ് ക്ലബ്ബ് വിട്ടത്. തുടക്കം മുതൽ കുറേയധികം കാലം ബുള്ളറ്റ് ക്ലബിലെ ഒരു അവിഭാജിക ഘടകമായിരുന്നു. നെവർ ഓപ്പൺ വെയ്റ്റ്, IWGP ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് തുടങ്ങി ഒട്ടനവധി ചാമ്പ്യൻഷിപ്പ് അച്ചീവ്മെൻറ്റുകൾ ടാമ ടോങ്കക്ക് ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൽ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ എന്ന് പറയുന്നത് സംഭവബഹുലമായിട്ടുള്ള ഒരു കരിയറാണ്. ബുള്ളറ്റ് ക്ലബിലെ അംഗമാകുന്നു, ബുള്ളറ്റ് ക്ലബിൻ്റെ സിവിൽ വാറിൽ ഭാഗമാകുന്നു. അങ്ങനെ പലതരത്തിലുള്ള ലീഡർഷിപ്പിലും ടാമ ടോങ്ക ബുള്ളറ്റ് ക്ലബിൻ്റെ ഒരു അവിഭാജിക ഘടകമായിരുന്നു. അങ്ങനെയുള്ള ടാമ ടോങ്കയെ ഈ ഒരു ബ്ലഡ് ലൈൻ്റെ സ്റ്റോറി ലൈനുമായി WWE എത്തിക്കുമ്പോൾ മികച്ച ഒരു പുതിയ സ്റ്റോറി നമുക്ക് കാണാൻ സാധിച്ചേക്കാം. സോളോ സിക്കോവ പുതിയൊരു ലീഡർഷിപ്പ് എടുക്കുമ്പോൾ അവിടെ പുതിയ മെമ്പേഴ്സിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് അവർ കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. ടാമ ടോങ്കയുടെ ഡെബ്യൂ എന്ന് പറയുന്നത് ഡയറക്റ്റ് മെയിൻ റോസ്റ്ററിലേക്കാണ്. അദ്ദേഹം NXTയിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഡെബ്യൂ കൂടി ആണെന്ന് പറയേണ്ടി വരും. എന്തായാലും റോമൻ റീൻസിൻ്റെ റോള് ഈ സ്റ്റോറി ലൈനിൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് വരുന്ന വീഡിയോസിൽ പങ്കുവെക്കാം. അപ്പോൾ വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.